ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചട്നിയാണ്. ഇഡ്ഡലി ദോശയ്ക്കുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ ദോശയ്ക്ക് ഓർഡർ ചെയ്താൽ 3 സാധനങ്ങൾ അവർ കറി കൊണ്ടുവരുന്നത്. ഒന്നെങ്കിൽ സാമ്പാർ, അല്ലെങ്കിൽ കോക്കനട്ട് ചട്നി, പിന്നെയാണ് തക്കാളി ചട്നി. അപ്പോൾ ഈ തക്കാളി ചട്നി നമ്മുടെ കൊച്ചടുക്കളയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് രുചികരമായ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള ഇടുവാണ്. ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കുവാണ്. സവാള പെട്ടെന്ന് വഴറ്റാനായിട്ട് അതിനുള്ള കുറച്ച് ഉപ്പിടുവാണ്. സവാള നന്നായിട്ട് വഴറ്റണം. ഈ സവാള വഴറ്റാനുള്ളൊരു താമസമേ ഉള്ളൂ, പക്ഷെ കറി വളരെ ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയുമാണിത്. ഇതിലോട്ട് ഞാൻ 2-3 കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. സവാള വഴറ്റിയിട്ടുണ്ട്, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തീ ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം ഇത് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ അരയ്ക്കാൻ പാടുള്ളൂ. ഇതേ നമ്മുടെ തക്കാളി ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അരയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ച് നോക്കണം. ഞാൻ ഇച്ചിരി വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വെള്ളം ചേർക്കാവുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ ഇതിനകത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ടുണ്ട്, എല്ലാം പാകമാണ്. ഇനി നമുക്കിനി കടുക് താളിക്കാം. വീണ്ടും 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരപ്പിടും. അരപ്പൊന്ന് ചൂടായാൽ മതി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ദോശയ്ക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. നല്ല ചെറിയൊരു പുളിയുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു കഴിക്കാനുള്ള വളരെ നല്ല ടേസ്റ്റും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. താങ്ക് യു.